ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അപ്പൊ തങ്കച്ചിയുമായിട്ട് ഒത്തുതീർപ്പിന് തയ്യാറാവുകയാണോ ഡാഡി? നാണോ ഉണ്ടോ ഇത്രയും ദ്രോഹിച്ച് അവരുടെ കാല് പിടിക്കാൻ? ഞാനല്ല, അവരാണ് ചർച്ചയ്ക്ക് അങ്ങോട്ട് വിളിച്ചത്. അതിങ്ങനെ കാലുപിടുത്തമാവും. അത് വേണ്ട സർ. കേസ് അതിന്റെ വഴിക്ക് പോട്ടെ. കോടതിയുടെ തീരുമാനം മിക്കവാറും നമുക്ക് അനുകൂലമായിരിക്കും. പിന്നെന്തിനാ തങ്കച്ചിയുടെ ഔദാര്യം? സമാധാനം വേണ്ടേ നിരഞ്ജൻ? തങ്കച്ചിയുടെ മുമ്പിൽ കുമ്പിട്ടിട്ട് കിട്ടുന്ന സമാധാനം വേണ്ട. താനായിരിക്കും വിടുന്നില്ല അല്ലേ? എടോ സ്വാമി, തനിക്ക് പല താല്പര്യങ്ങളും ഉണ്ടെന്ന് എനിക്കറിയാം. അതൊന്നും ഡാഡിക്കോ ഈ വീട്ടിലുള്ളവർക്കോ ഗുണം ചെയ്യുന്നതല്ലെന്നും അറിയാം. താൻ ചെയ്യുന്ന പലതും സംശയം ഉണ്ടാക്കുന്നതാ. താൻ ശരിക്കും ആരുടെ ആളാണെന്ന് പോലും ഇപ്പോഴും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. നിങ്ങൾക്ക് അറിയില്ലായിരിക്കും മാഡം, പക്ഷെ സാറിന് അറിയാം. ഞാൻ സാറിന്റെ ആള് തന്നെ. സാറിന് ദോഷപ്പെട്ടതൊന്നും ഈ സ്വാമി ചെയ്യില്ല. അത് സ്വാമിയുടെ വിശ്വാസം. ഞങ്ങളുടെ വിശ്വാസം നേരെ മറിച്ച. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ അങ്ങോട്ട് ചെയ്യാം. ഒന്ന് ഞാൻ തീർത്ത് പറയാം, ഇതുപോലുള്ളൊരു അവസരം ഇനി അങ്ങോട്ട് കിട്ടില്ല. തങ്കച്ചി ഒത്തുതീർപ്പിന് തയ്യാറാവുന്നത് ഇതുവരെ നടന്നിട്ടില്ലാത്ത കാര്യം. ഞാൻ നിർബന്ധിക്കില്ല. എല്ലാം സാറിന്റെ ഇഷ്ടം. സാറിന് താല്പര്യമില്ലെന്ന് ചെന്ന് പറഞ്ഞേക്ക് തന്റെ തങ്കച്ചിയുടെ അടുത്ത്. അതെ, അതാണ് ഞങ്ങളുടെ തീരുമാനം. നോ കോംപ്രമൈസ്. എന്താ സാറേ, മോളും മരുമകനും പറയണ പോലെ അങ്ങോട്ട് ചെയ്യട്ടെ. വേണ്ട സ്വാമി, നമ്മൾ എന്താണോ നേരത്തെ തീരുമാനിച്ചത് അതുപോലെ തന്നെ ചെയ്താൽ മതി. തങ്കച്ചി ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് അവരെ നമ്മൾ പിണക്കുന്നത് ശരിയല്ല. നിരഞ്ജൻ, നമ്മൾ മുതിർന്നവർ മാത്രമല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത്, ശ്രുതിമോളും ഉണ്ട്. അതുകൊണ്ട് ഒരു വലിയ വഴക്കിനൊന്നും എനിക്ക് താല്പര്യമില്ല. തീരുന്നെങ്കിൽ എല്ലാം ഇവിടെ വെച്ച് തീരട്ടെ. സമാധാനം അത് തന്നെയാണ് വലുത്. സ്വാമി, താൻ അവരോട് എന്ന് പറഞ്ഞേക്ക് ഞാൻ ചർച്ചയ്ക്ക് തയ്യാറാണ്. ഡാഡി ഒരു കാലത്ത് ശരിയാവില്ല. നീ തന്നെ ഇത് പറയണം. എന്റെ നെഞ്ചത്ത് ആദ്യം ചവിട്ടുകൾ നീയാ. എന്നിട്ടിപ്പോൾ അവള് കുറ്റപ്പെടുത്താൻ വന്നിരിക്കുന്നു. സ്വാമി ചെല്ലാൻ നോക്ക്. തങ്കച്ചിയുമായിട്ട് സംസാരിച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി. ശരി സാർ. എന്നെ തട്ടിക്കൊണ്ടുപോയത് വേറെ ആരുമല്ല മോളെ, ശരവണന്. ഒരു കാലത്ത് ശരത്തിന്റെ വലങ്കയായിരുന്ന ശരവണൻ. അല്ല, അയാളെന്തിനാ അങ്ങനെ ചെയ്തത്? അയാൾക്ക് എന്നോട് പല രഹസ്യങ്ങളും പറയാനുണ്ടായിരുന്നു. നേരിട്ട് വന്ന് പറഞ്ഞാൽ കേൾക്കാൻ തയ്യാറായില്ലെങ്കിലോ എന്ന് കരുതിയ ഇങ്ങനെ ചെയ്തത്. അയാൾ പറഞ്ഞ സത്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ തളർന്നു പോയി മോളെ. ശരത്തിനെ കുറിച്ചായിരിക്കുമല്ലേ പറഞ്ഞത് മുഴുവൻ? അതെ. ശരത്തിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് 30 ലക്ഷം രൂപ പോയില്ലേ? അത് തട്ടിയെടുത്ത ആരാന്നറിയോ? ശരവണ്ണ. ശരത്തിന് കൊടുക്കാവുന്ന പരമാവധി തിരിച്ചടി കൊടുക്കണം. അതാണ് അവന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ആ തങ്കച്ചി പറഞ്ഞ പോലെ എന്റെ അച്ഛനെ കൊന്നത് ശരത്താണെന്നാണോ ശരവണൻ പറഞ്ഞത്? അതെ മോളെ. അതിന്റെ പിന്നിൽ അവന്. സുധിമോന്റെ മരണത്തിന് പിന്നിലും ശരത്ത് തന്നെയായിരിക്കും എന്നാ ശരവണൻ പറയുന്നത്. സുധിയും ശരത്തും തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. അന്നത്തെ കഥകളൊന്നും വ്യക്തമായിട്ട് ശരവണ്ണ അറിയത്തില്ല. പക്ഷേ ആരെയും കൊല്ലാൻ മടിയില്ലാത്തവനാണ് ശരത്തെന്ന് ശരവണ്ണ നന്നായിട്ടറിയാം. നമ്മളിപ്പോ എന്ത് ചെയ്യും? ആ ശരത്തിനെ ആദ്യം നമ്മുടെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം.
ഇനി ഒരു നിമിഷം പോലും അവനെ നമുക്കിവിടെ താമസിപ്പിക്കാൻ പാടില്ല. അത് വേണ്ട അച്ഛ. ശരത്ത് ഇവിടെ തന്നെ കഴിഞ്ഞോട്ടെ. അല്ലെങ്കിൽ അതാ പാടാ. ശരത്തിനെ ഇവിടുന്ന് ഇറക്കി വിട്ട അവൻ അതോടെ രക്ഷപ്പെട്ടതുപോലെയാവും. തന്നെയല്ല, ഈ രഹസ്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയെന്ന് അവൻ അറിഞ്ഞു. നമ്മളെ വകവരുത്താൻ വരെ അവൻ ശ്രമിച്ചു എന്ന് വരും. രണ്ടും നടക്കരുത്. എന്റെ സുധിയേട്ടനെ കൊന്നത് അവനാണെങ്കിൽ അവന്റെ മരണം എന്റെ ഈ കൈകൊണ്ടായിരിക്കും. പ്രാണന് വേണ്ടി അവൻ കരഞ്ഞ് നിലവിളിക്കുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. അതൊക്കെ നടക്കണമെങ്കിൽ അവൻ ഇവിടെ ഉണ്ടായേ പറ്റൂ. തൽക്കാലം ഒന്നും അറിഞ്ഞ ഭാവം നമുക്ക് കാണിക്കണ്ട അച്ഛാ. പറ്റിയൊരവസരം വരും. അപ്പം നമ്മൾ അവനെ വീഴ്ത്തും. അവനെ ഇനി അധികകാലം ഇവിടെ വെച്ച് വാഴിക്കാൻ പാടില്ല മോളെ. തെളിവുകൾ മുഴുവൻ ശേഖരിക്കണം. എങ്കിലേ അവനെ നിയമപരമായി പൂട്ടാൻ പറ്റൂ. ഞാൻ കൊടുക്കാൻ പോകുന്നത് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആച്ചാ. അതിന് എനിക്ക് തെളിവുകളുടെ ആവശ്യമൊന്നുമില്ല. എന്റെ ബോധ്യങ്ങൾ എനിക്ക് ശരിയായാൽ മാത്രം മതി. എനിക്കത് ഏറെക്കുറെ ശരിയായി കഴിഞ്ഞു. ഇനി അതൊന്ന് ഉറപ്പിക്കണം. അതും കൂടി കഴിഞ്ഞാ ശരത്തിന്റെ പേര് നമുക്ക് വെട്ടാം. എല്ലാ രേഖകളിൽ നിന്നും, ഈ ഭൂമിന്ന് തന്നെ. അമ്മേ, ടിഫിൻ കെയറിലാണോ എനിക്കിന്ന് ലഞ്ച് എടുത്തിരിക്കുന്നത്? ആ അതെ, അങ്ങനെയല്ലേ പതിവ്. എനിക്കിന്ന് ടിഫിൻ ബോക്സ് വേണ്ട. പകരം പൊതിച്ചോറ് മതി. പൊതിച്ചോറോ? അത് ഇലയിൽ പൊതിഞ്ഞെടുക്കാറില്ലേ, ആ ചോറ്. അതൊന്നും നടക്കില്ല. പൊതിച്ചോറൊന്നും സ്കൂളിൽ കൊണ്ടുപോകാൻ ടീച്ചർ സമ്മതിക്കില്ല. എനിക്ക് പൊതിച്ചോറ് മതി. ശ്രുതി, വെറുതെ വാശി വേണ്ട കേട്ടോ. ഇത് എവിടുന്ന് കിട്ടി ഈ പൊതിച്ചോറിന്റെ ഐഡിയ? ആരാ ഇത് പറഞ്ഞു തന്നെ? പോകുന്ന വഴിക്കൊക്കെ ഹോട്ടലിന് മുമ്പിൽ എഴുതി വെച്ചിട്ടില്ലേ, അത് കണ്ട് ചോദിക്കുന്നതാവും. പൊതിച്ചോറ് വേണമെങ്കിലേ ഇവിടെ വരുത്തിച്ചു കൊടുക്കാം. സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. സാരമില്ല, പോട്ടെ. കുഞ്ഞിന്റെ ഒരു ആഗ്രഹമല്ലേ. ടീച്ചർ എന്നെ വിളിച്ച് വഴക്ക് പറയുന്നേ. വഴക്കൊന്നും പറയാതെ ഞാൻ നോക്കിക്കോളാം. ടീച്ചറെ കണ്ട് ഞാൻ സംസാരിക്കാം. പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓരോരോ ശീലങ്ങള്. എല്ലാത്തിനും കൂട്ട് നിന്നു, അവസാനം പിടിച്ചാ കിട്ടാതെ വരും. അങ്ങനൊന്നുമില്ല. എന്റെ മോള് മിടിക്കുക അല്ലേ മോളെ? അതെ. എന്നാ കെട്ടട്ടെ. എന്ത്? പൊതിച്ചോറ്. പണ്ട് വിശാലിന് ഇതായിരുന്നു ഇഷ്ടം.